തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത മെഹിറിനെതിരെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് കുട്ടി സ്ഥിരം പ്രശ്നക്കാരനാണെന്നും മുൻപ് പഠിച്ച സ്കൂളിൽ നിന്നും ടി.സി നൽകി പുറത്താക്കിയതാണെന്നും സുഹൃത്തുക്കളുമായി ചേർന്ന് മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചുവെന്നും മറ്റും വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. കുടുംബത്തിന്റെ ആരോപണത്തിൽ കഴമ്പൊന്നുമില്ല. റാഗിംഗ് ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ തെളിവ് കിട്ടിയില്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതിനിടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. സിജോ വി ജോൺ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സിജോ, എന്താണ് ഈ സ്കൂൾ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം? എല്ലാ ആരോപണങ്ങൾക്കും അവർ മറുപടി പറയുന്നുണ്ടോ? ഒപ്പം ഈ പോലീസ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൂടി. എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയുന്നില്ല. അത് മാത്രമല്ല, ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി അല്ല സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. അവർ അവരുടെ വശം പറയുന്നു. ഞങ്ങൾ അന്വേഷണം നടത്തി, പക്ഷേ കൃത്യമായ തെളിവുകൾ ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അവർ പറയുന്ന ഒരു കാര്യം, ഇത്രയും ദിവസങ്ങളിൽ ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെഹറിനെതിരെ കൂടി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. മിഹർ ഒരു കുഴപ്പക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. മിഹർ അവിടെ എത്തി അതിനുശേഷം ഏതാനും വിദ്യാർത്ഥികളുമായി ചേർന്ന് ഒരു സഹപാഠിയെ മർദ്ദിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അങ്ങനെ അത്തരം പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു കാര്യമാണ് അവർ ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പിൽ പുതിയതായി പറയുകയും ചെയ്തിരിക്കുന്നത്. ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ സ്കൂൾ മാനേജ്മെന്റ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തൊന്നും ഈ പ്രശ്നങ്ങൾ, ഈ റാഗിംഗ് നടന്നു എന്ന് പറയപ്പെടുന്ന സമയങ്ങളിലൊന്നും തന്നെ എന്തെങ്കിലും പരാതികൾ നൽകിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുകയോ ചെയ്തിരുന്നില്ല. ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ഒരു അസ്വാഭാവികതയും കാണുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു തെളിവുകൾ ലഭ്യമായിട്ടില്ല. അങ്ങനെ റാഗിംഗ് നടന്നതായി തെളിവുകളോ അല്ലെങ്കിൽ മൊഴികളോ ഇല്ല. അതുകൊണ്ടാണ് നടപടികൾ എടുക്കാത്തെന്നുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ DPIയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം ഇവിടെ എത്തി തെളിവെടുത്തിരുന്നു. അതിനുശേഷം NOC സ്കൂളിന് ഇല്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ തങ്ങൾക്ക് NOC ലഭ്യമായിട്ടുണ്ട്, NOC ഉണ്ട് എന്നുള്ളൊരു കാര്യം സ്കൂൾ മാനേജ്മെന്റ് വിശദീകരിക്കുന്നുണ്ട്. ഇന്നലെയാണ് മിഹറിന്റെ അമ്മ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ചില വിദ്യാർത്ഥികൾ ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാണ്, പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് ഇടപെട്ട് അവരെ തടയുകയാണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തിയിരിക്കുന്നതും. ശരി, സിജോ ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.